മരണത്തിലും ജീവിതത്തിലും ഒരുപോലെ പോകുന്ന കൂട്ടുകാരുടെ കഥ ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട്. അതെല്ലാം വിഷമം തരുന്ന വാർത്തകൾ തന്നെയാണ്. ഇപ്പോൾ അക്കൂട്ടത്തിലൊന്നാണ് ചെറുവണ്ണൂരിൽ നിന്ന് പുറത്തു വരുന്നത്. എല്ലാവർക്കും വേദന മാത്രം നൽകുന്നൊരു വാർത്ത. മരണത്തിലും കൈവിടാതെ ആ 4 കൂട്ടുകാർ ഇപ്പോൾ നാട്ടിലെ എല്ലാ ആവശ്യങ്ങൾക്കും ഓടി നടന്ന യുവാക്കൾക്ക് അന്ത്യോപചാരം അർപ്പിക്കുന്ന കർമ്മങ്ങളിൽ വികാരഭരിതമായി പോകുന്ന നാട്ടുകാരെയും കുടുംബക്കാരെയുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എത്രമാത്രം പറഞ്ഞാലും ആ കണ്ണീരൊപ്പാൻ നമുക്കാകില്ല. നാട്ടുകാരുടെയും വീട്ടുകാരുടെയും വിഷമം മാത്രമല്ല, കഥ വായിക്കുന്ന ഓരോരുത്തരുടെയും മനസ്സിൽ വിങ്ങലാണ്. അത്രമാത്രം വേദന നൽകി തന്നെയാണ് ഇപ്പോൾ ഈ വാർത്ത കടന്നു പോകുന്നത്. നാട്ടിലെ എല്ലാ ആവശ്യങ്ങൾക്കും ഓടി നടന്ന യുവാക്കൾ മരണത്തിലേക്ക് കൈകോർത്ത് മറിഞ്ഞതിൻ്റെ ദുഃഖത്തിലാണ് ഫാറൂഖ് കോളേജ് മേലേവാരം ഗ്രാമം. അജീഷ്, വിമൽ, ദിനിൽ, ശ്യാംലാൽ എന്നിവരുടെ മരണം ഉൾക്കൊള്ളാൻ ഇപ്പോഴും നാട്ടുകാർക്ക് കഴിഞ്ഞിട്ടില്ല. ഫാറൂഖ് കോളേജിന് പിന്നിലുള്ള കോട്ടശാലി ഭഗവതി ക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് അന്നദാനം കഴിച്ചവരാണ് ഈ കൂട്ടുകാർ. രാത്രി 8:45 ഇവർ പിന്നീട് ക്ഷേത്രത്തിലെത്തിയത്. രാത്രിയും വൈകിട്ടും ഇവർ പരിപാടികളിൽ സജീവമായിരുന്നുവെന്ന് ക്ഷേത്ര ഭാരവാഹിയായ ആവത്താൻ വീട്ടിൽ കൃഷ്ണൻ പറഞ്ഞു. പുലർച്ചെയോടെ ഭക്ഷണം കഴിക്കാനാണ് കൂട്ടുകാർ ക്ഷേത്രത്തിൽ പോയതെന്ന് സുഹൃത്ത് സതീഷും പറഞ്ഞു. മറ്റൊരു കാറിൽ വേറെയും സുഹൃത്തുക്കൾ ഇതിന് പിന്നാലെ ഭക്ഷണം കഴിക്കാൻ പോയിരുന്നു. പുലർച്ചെ 5 ഉത്സവം കഴിഞ്ഞ് പിരിഞ്ഞു പോകുമ്പോഴാണ് അപകടം വിവരം നാട്ടുകാർ അറിഞ്ഞത്. കണ്ടുനിന്നവരും കണ്ടവരും എല്ലാവരും തന്നെ ഇപ്പോൾ സങ്കടത്തിൽ ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുകയാണ് എന്ന് തന്നെ പറയാം. നാട്ടിൽ ഓട്ടോ ഓടിക്കുന്നത് മുതൽ പെയിന്റിംഗ് വരെയുള്ള ജോലിക്ക് ഓടിയെത്തുന്നവരാണ് അജീഷ്. PSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിമലും ടാറ്റ LXC ജീവനക്കാരനായ ശ്യാംലാലും അജീഷിന്റെ ഉറ്റ സുഹൃത്തുക്കളാണ്. ഇവർ 3 പേരും അടുത്തുള്ള വീടുകളിലാണ് താമസം. ഇവരുടെ കൂട്ടുകാരനെന്ന നിലയിലാണ് കാർ ഓടിച്ച കൊടനടക്കാവ് സ്വദേശിയായ ദിജിൻ മേലേവാരത്ത് എത്താറുള്ളത്. ദിജിന്റെ ബന്ധുവായ രാമനാട്ടുകര സേവാമന്ദിരം സ്കൂളിന് സമീപം പരിയാപുരത്ത് ദിനിലും നാട്ടുകാർക്ക് പ്രിയപ്പെട്ടവരായിരുന്നു. മരണത്തോടെ 4 കുടുംബങ്ങൾക്കാണ് അത്താണി നഷ്ടപ്പെട്ടത്. ദിനിലിന്റെ മൃതദേഹം ഉച്ചയ്ക്ക് 1 വീട്ടിൽ പൊതുദർശനത്തിന് വെച്ചു. അജീഷിന്റെയും വിമലിന്റെയും ഭൗതികദേഹം ഫാറൂഖ് കോളേജ് മേലേവാരത്തെ സംസ്കാരത്തിനാണ് പൊതുദർശനത്തിനെത്തിച്ചത്. തീരായ നോവായി മാറിയിരിക്കുകയാണ്. അജീഷിന് എല്ലാം തന്നെയായിരുന്നു ഒപ്പം കൂടെ എടുക്കുന്ന വിമലും ശ്യാംലാലും. അതുകൊണ്ട് തന്നെ അജേഷിൻ്റെയും വിമലിൻ്റെയും ഭൗതിക ശരീരം ഫാറൂഖ് കോളേജ് മേലേവാരത്തെ സംസ്കാരത്തെ നിലയത്തിൽ പൊതുദർശനത്തിന് എത്തിച്ചപ്പോൾ തന്നെ അമ്മമാരുടെ കൂട്ട നിലവിളി ഉണ്ടായിരുന്നുവെന്ന് പറയാം. ശ്യാംലാലിൻ്റെ യാത്ര കുഞ്ഞിനെ കാണാതെയാണ്. കുഞ്ഞിനെ കാണാൻ കഴിയാതെ ശ്യാംലാൽ യാത്രയായത്. ശ്യാംലാലിൻ്റെ ഭാര്യ സ്വാതി 8ാം മാസം ഗർഭിണിയാണ്. സ്വാതിയുടെ ആരോഗ്യസ്ഥിതി കണക്കിലെടുത്ത് മരണവിവരം അറിയിക്കാനാവാതെ ബന്ധുക്കൾ കഷ്ടപ്പെടുന്നു. വിവരം അറിയിത്തതിനാൽ ഇന്നലെ പകൽ മുഴുവൻ സ്വാതി ശ്യാമിനെ ഫോണിലേക്ക് വിളിച്ചു. അങ്ങനെ തന്നെ നോക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. വിദേശത്തുള്ള സഹോദരൻ വരാതിനുള്ള സംസ്കാര ചടങ്ങ് ഇന്നത്തേക്ക് മാറ്റി. എന്നാൽ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ വിമാനങ്ങൾ റദ്ദാക്കിയതോടെ അനിശ്ചിതത്വം തുടരുകയാണ്. എന്നാൽ കുഞ്ഞിനെ കാണും മുമ്പേ ശ്യാംലാൽ യാത്രയായി എന്ന് ഭാര്യയോട് എങ്ങനെ പറയുമെന്നുള്ള വിങ്ങൽ തന്നെയാണ് ഇപ്പോൾ എല്ലാവരും അടക്കിപ്പിടിച്ചു നിൽക്കുന്നത്. എങ്ങനെ പറയുമെന്നറിയാതെ എല്ലാവരും വിങ്ങിപ്പൊട്ടി നിൽക്കുകയാണ്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.